നമസ്കാരം. ജനതാ വായനശാലയിൽ നിന്ന് വായനാക്കളരിയുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരനുമായി അഭിമുഖത്തിന് വന്നതാണ്. നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ദേവനന്ദന കെ സുബിൻ. കൂട്ടുകാരൻ്റെ പേരെന്താ? എൻ്റെ പേര് ആരോൺ മോൻസി ജോസഫ്. എത്രയാണ് പഠിക്കുന്നത്? 4 ഇപ്പോൾ ആരോൺ കുട്ടികർഷണൻ എന്ന പേരിലാണ് കൂടുതൽ വൈറലായിട്ടുള്ളത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ? കുഞ്ഞുനാൾ മുതൽ അമ്മാമ്മ എന്നെ കൃഷിത്തോട്ടം കാണിച്ചാണ് നടത്തിയത്. പിന്നെ ഒരു ദിവസം ഞങ്ങളുടെ കൃഷി ഓഫീസർ നീതു മാഡം ഞങ്ങളുടെ കൃഷിത്തോട്ടം സന്ദർശിക്കുകയുണ്ടായി. ഒരു ദിവസം ചെമ്മഫാലയിൽ നിന്ന് സയൻറ്റിസ്റ്റുകൾ വന്നപ്പോൾ ഞങ്ങളെ 5 കർഷകരെ ആദരിച്ചു. അതിൽ കുട്ടി കർഷകനായ ഞാനും ഉണ്ടായിരുന്നു. ആ ഇവന്റിന് ശേഷമാണ് കൂടുതലായിട്ട് കുട്ടി കർഷകരെന്ന് ഞാൻ അറിയപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടുകാരെ പരിചയപ്പെടുത്താൻ പറ്റുമോ? എൻ്റെ അമ്മാമ്മ മേരി മോൻസി എന്നാണ് പേര്. റിട്ടയർഡ് അധ്യാപികയാണ്. അതെൻ്റെ അമ്മ പേര് എലിസബത്ത് സോജോ ആണ്. പോസ്റ്റ് അസിസ്റ്റൻ്റ് ആണ് കൊച്ചിയിൽ. ഇതെൻ്റെ അപ്പ പേര് ജോസഫ് ജോൺ. ആലുവ ഗസ്റ്റ് ഹൗസ് മാനേജറാണ്. നിങ്ങളുടെ വീട്ടുകാരും ഫുള്ളി സപ്പോർട്ടീവ് ആണോ? വേണ്ട രീതിയിൽ എനിക്ക് എന്ത് അപ്സും ഡൗൺസ് വരുമ്പോൾ എൻ്റെ കൂടെ ചേർന്ന് നിൽക്കാറുണ്ട് എൻ്റെ വീട്ടുകാർ. കുഞ്ഞാൾ മുതൽ അമ്മാമയാണ് എന്നെ കൃഷിത്തോട്ടം കാണിച്ച് നടത്തിച്ചതും എനിക്ക് കൃഷിയിൽ എത്ര വളമിടണം, എന്ത് വളമിടണമെന്നൊക്കെ പറഞ്ഞു തന്നതും. പിന്നെ അപ്പയാണ് എനിക്ക് എൻ്റെ വീഡിയോസൊക്കെ വീഡിയോ എടുത്തതും. പിന്നെ അമ്മയാണ് എങ്ങനെ ഈ വീഡിയോസിൽ എങ്ങനെ പറയണം, പിന്നെ ആൾക്കാരോട് എങ്ങനെ പെരുമാറണമെന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. എങ്ങനെയാണ് കൃഷിയിലേക്ക് പറയാമോ? കുഞ്ഞുനാൾ മുതൽ അമ്മാമ്മ എന്നെ കൃഷിത്തോട്ടം കാഴ്ച നടത്തിച്ചതാണ്. അപ്പോൾ എനിക്ക് ഈ ഫലങ്ങളൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷത്തോടെ വരാറ്. ഈ കൃഷിത്തോട്ടത്തിൽ ഈ ഫലങ്ങളൊക്കെ വളരുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നാറ്. അതോടൊപ്പം എനിക്ക് ഈ ചെടികളോട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. അതാണാണ് ഞാൻ ഈ കൃഷിയിലേക്ക് ഇങ്ങനെ എത്തിച്ചേർന്നത്. അമ്മാമ്മയാണ് ഈ കൃഷിയിലേക്ക് നയിച്ചതെന്ന് പറഞ്ഞല്ലോ, അതെപ്പോൾ മുതലാണ്? അത് കുഞ്ഞുനാൾ മുതലാണ്. ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞുനാൾ മുതലാണ് അമ്മാമ്മ ഈ കൃഷിത്തോട്ടം കാണിച്ച് തുടങ്ങിയത്. അപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ എങ്ങനെ നോക്കും? സ്കൂളിൽ പോകുമ്പോൾ ഞാൻ കൂടുതൽ ദിവസം ഈ വൈകുന്നേരമാണ് ഞാൻ കൂടുതൽ എൻ്റെ ചെടികളോട് ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത്. ഇപ്പോൾ വെക്കേഷൻ ആയ കാരണം ഞാൻ